ഓണം രുചികളിലെ മൂന്നാമത്തെ ഐറ്റമായ മാങ്ങാച്ചാറാണ് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരേ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6-7 പേർക്ക് സദ്യയ്ക്ക് ആവശ്യത്തിന് ഈ ഒരു മാങ്ങ മാത്രം മതിയാവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അച്ചാറിടുന്നത്. മാങ്ങ പൂളി എടുത്തിട്ട് അതിൻ്റെ അരികു വശമൊക്കെ ഇതുപോലെ ഓരോ പൂളിൻ്റെയും ചെത്തി മാറ്റണം. എന്നിട്ട് ഓരോ പൂളും എടുത്തിട്ട് ചെറുതായി കീറി സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. നമുക്ക് മാങ്ങാച്ചാറൊക്കെ 2-3 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. കേടൊന്നും വരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് കേടാകാതെ ഇരുന്നോളും. അപ്പോൾ നേരത്തെ ചെയ്ത് വയ്ക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മാങ്ങയിലേക്ക് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് മാങ്ങയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 1 ടേബിൾ സ്പൂണോളം കാന്താരി മുളക് നെടുകെ പിളർന്നത് ഇത്രയും ഇട്ട് കൊടുക്കുക. കാന്താരി മുളകിന് പകരം പച്ചമുളകായാലും മതി കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മാങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വിനേഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അച്ചാർ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗ്രേവി ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങ അച്ചാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ഓണം വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക്